പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് എന്താണ് പ്രശ്നമില്ലാത്തത്? നമുക്ക് എവിടെയാണ് പ്രശ്നമില്ലാത്തത്? എല്ലായിടത്തും നമ്മൾ പ്രശ്നമാണ്. ഇപ്പോ നിങ്ങൾ ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഒന്ന് കാണണം. സത്യൻ, താങ്ക് യു. കിങ് ഓഫ് കിങ്. അമേരിക്കയില് ട്രംപ് അധികാരത്തിൽ വന്നു. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ സുപ്രധാനമായിട്ടുള്ളൊരു വാഗ്ദാനമാണ് അനധികൃതമായി കുടിയേറിയ ആളുകളെ പുറത്താക്കുമെന്നത്. അത് മോശമാണ് എന്നോ തെറ്റാണെന്നോ ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ബംഗ്ലാദേശികളെ കൊണ്ട് ഇന്ത്യ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ. എവിടെ പോയാലും കിട്ടുന്നതാ. ബംഗ്ലാദേശികള് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയിട്ട് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ? സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? അവരുടെ രാജ്യങ്ങളിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് കൊള്ളയും കൊലയും വിവിധ അക്രമങ്ങൾ, ബലാത്കാരങ്ങൾ, കൊള്ളയടികൾ, കലാപാഹ്വാനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കൽ, അത് സ്ഫോടനം ചെയ്യൽ, അങ്ങനെ പലവിധ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ഈ നാട് കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ഇറങ്ങുവാണ് അമിത്ഷായുടെ പോലീസ്. കാരണം രാജ്യത്തെ ശുദ്ധീകരിക്കണം. ഈ രാജ്യം അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ കൊണ്ടുപോകും. ആ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശികളെ അടിച്ചോടിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു ശുദ്ധി കലശത്തിന് അമിത്ഷാ തയ്യാറായത്. അതിന് പിന്നാലെ ഗണേഷ്, താങ്ക് യു. അതിന് പിന്നാലെയാണ് മഹാരാഷ്ട്ര അതിന് തയ്യാറാകുന്നു, UP അതിന് തയ്യാറാകുന്നു. കാരണം എന്താ? ഈ രാജ്യത്തിന്റെ അടിത്തറ നശിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ ഏതൊക്കെ രൂപത്തിൽ കൂട്ടിച്ചോറാക്കാം. ആ ബംഗ്ലാദേശികളോട് ഇന്ത്യ ശക്തമായ ഒരു സമീപനമെടുത്തു. തെറ്റാണോ? എടുത്തേ പറ്റൂ. കാരണം ഇവര് ഈ രാജ്യം കുട്ടിച്ചോറാക്കുവാണ്. ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കെജ്രിവാളിന് അധികാരത്തിൽ കയറണം. കഴിഞ്ഞ ദിവസം 3000 ആളുകൾ UDFന് കള്ളവോട്ട് ചെയ്തിട്ട് അവര് തന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തി രംഗത്ത് വന്നു. ഞങ്ങൾക്ക് വ്യാജ രേഖകൾ കിട്ടിയത് ഈ വഴിയാണ്. അവര് പറഞ്ഞു തന്നെയാ രംഗത്ത് വന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആരാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് അവർക്ക് ഈ രാജ്യത്ത് ഏതൊക്കെ രൂപത്തിലുള്ള സൗകര്യങ്ങളാണോ അവർക്ക് വേണ്ടത്, ആ സൗകര്യങ്ങളായിരുന്നു ഇവിടെ ചെയ്തു കൊടുത്തത്. എന്നിട്ട് ബംഗ്ലാദേശികളെ പറഞ്ഞു വിടുന്ന കാര്യം പറയുമ്പോൾ മാത്രം ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്, ഇവർക്ക് അധികാരത്തിൽ കയറണം, അതിന് വോട്ട് വേണം, പെരുക്കണ്ടേ. ഇപ്പൊ താണ്ടെ മലയാളികള്, എത്ര മലയാളികളെയാണ് ബംഗാളികൾ കല്യാണം കഴിച്ചിരിക്കുന്നത്? ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ചേക്കേറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ കൃത്യമായിട്ടൊരു നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരെയൊക്കെ പുറത്താക്കിയിട്ടു മാത്രമേ ഇനി വിശ്രമിക്കൂ എന്ന് അമിത്ഷാ രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇതേ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പോ ഇന്നത്തെ വിചിത്രമായ ഒരു വാർത്ത, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ വാർത്ത, ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ
അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ മുഴുവൻ ആളുകളെയും പുറത്താക്കി. അതിൽ ഒരുപാട് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ഈ ഇന്ത്യക്കാര് അവിടെ നിന്ന് പുറത്താകുന്ന സമയത്ത് നരേന്ദ്രമോദി അവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കാൻ തയ്യാറായി. കാരണം എന്താ? അവർ ഇന്ത്യൻസ് ആണ്. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തിന്റെ പൗരത്വം പേറുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവരതിന് തയ്യാറായത്. അവിടെ ഒന്നുമല്ല പ്രശ്നത്തിന്റെ അവസാനം. പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് ഈ കുടിയേറിയ ആളുകളെ അമേരിക്ക പുറത്താക്കിയപ്പോൾ അവരില് ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. ഇന്ത്യയില് ഈ രാജ്യത്തിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകരർ ഇവര് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തണോ? അവർക്കു വേണ്ടി വിലങ്ങൊരുക്കി NIA കാത്തു നിൽക്കുന്നു എയർപോർട്ടുകളിൽ. മുമ്പ് തന്നെ പറഞ്ഞിരുന്ന വസ്തുതയാണിത്. ഇന്ത്യക്ക് ദ്രോഹം ചെയ്തിട്ട് ലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും ശരി, നമുക്കറിയാം കാനഡയമ്മയെ പോലെയുള്ള ആളുകൾ ഇവരെ ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറിയിട്ട് കാനഡയിൽ പോയിരുന്ന് ഇന്ത്യ വിരുദ്ധതകൾ നിരന്തരം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുവാണ് അല്ലേ? ഇന്ത്യയെ എങ്ങനെ തകർക്കാം, എങ്ങനെ നശിപ്പിക്കാം, ഇന്ത്യയെ സംബന്ധിക്കുന്ന മോശമായിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റെനി, ട്രംപ് അക്ബർ എന്ന് വിളിക്കേണ്ടി വരില്ല. ട്രംപ് ഇവന്മാരെ കൊണ്ട് വിളിപ്പിക്കും. വെറുതെ വിളിക്കേണ്ടി വരില്ല, വിളിപ്പിക്കും. കാരണം ആ രൂപത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ പോക്ക്. നിൽക്കട്ടെ. അപ്പൊ ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ഇപ്പൊ നമുക്കറിയാമല്ലോ 16,000 ബാങ്ക് അക്കൗണ്ടുകളാണ് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പണമിടപാടുകൾ ചെയ്തതിന്റെ പേരിൽ NIA കണ്ടെടുത്തത്. അതിന് വണ്ടി പോയ അണ്ണ സുപ്രീം കോടതി പറഞ്ഞോട്ടെ, ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ബാങ്ക് വിളിക്കാം, നമസ്കരിക്കാം, അതിനൊന്നും തകരാറില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഈ മൈക്ക് കെട്ടി വിളിച്ചു കൂവുമ്പോഴുള്ള തകരാറുകൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിൽക്കട്ടെ, ചാറ്റിൽ കയറി വന്നതുകൊണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞതാണ്. അപ്പോ ഇവരെ പോപ്പുലർ ഫ്രണ്ടിന്റെ 16,000 ബാങ്ക് അക്കൗണ്ടുകൾ, ഈ ബാങ്ക് അക്കൗണ്ടുകൾ എന്താണ് ഇവര് ചെയ്തത്? ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി, പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തുന്നതിനു വേണ്ടി കോടിക്കണക്കിന് പണമിടപാടുകൾ നടത്തി ഇല്ലേ? എന്നിട്ട് ഇവരെന്താ ചെയ്തത്? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എങ്ങനെ കഴിയും? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഈ രാജ്യത്ത് നിന്ന് അവരുടെ ഭാര്യമാരെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ വിസിറ്റിംഗ് വിസയെടുത്ത് ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി കാണേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അതങ്ങനെ വരും. ഇനി അമേരിക്കയ്ക്കു പിന്നാലെ പോളണ്ട്, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അനധികൃതമായി കുടിയേറിയ ആളുകളെ പുറത്താക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ സൗദി അറേബ്യയും അവരുടെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അനധികൃതമായി ആ രാജ്യത്ത് തങ്ങുന്ന ആളുകളെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ 16,000 പോപ്പുലർ ഫ്രണ്ടുകാർ തീഹാർ ജയിലിലാകും. രാജ്യവിരുദ്ധതയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണല്ലോ അവർ ഈ പണമിടപാടുകൾ നടത്തിയിരിക്കുന്നത്. അപ്പൊ കോടിക്കണക്കിന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തവരും വാങ്ങിയവരും സഹായിച്ചവരും പ്രോത്സാഹിപ്പിച്ചവരും എല്ലാവരും കുടുങ്ങും. അവര് കുടുങ്ങണ്ടേ? ഇവരൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതുപോലെ
അമേരിക്കയിൽ നിന്ന് ട്രംപ് ചവിട്ടി പുറത്താക്കുന്ന യമകണ്ഠങ്കാലന്മാരിൽ ഇന്ത്യ വിരുദ്ധരായ ആളുകളുണ്ട്. അവരൊക്കെ എയർപോർട്ടിൽ വിലങ്ങുകളുമായി അവരെ സ്വീകരിക്കാൻ NIA ഉദ്യോഗസ്ഥർ നിരന്നു നിൽപ്പുണ്ട്. ഇതിപ്പോഴും ഇന്ത്യയായതുകൊണ്ട്, സ്വതന്ത്ര ഭാരതമായതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കില്ല. ഇവിടെ നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം, ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന അധികാരം വിട്ടൊഴിഞ്ഞു പോയ ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമികൾ എന്താ ചെയ്തത്? ഹിന്ദു വിരുദ്ധത, ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഹിന്ദു വംശഹത്യ അവർ തുടങ്ങി വെച്ചു അല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ബംഗ്ലാദേശിനോട് പലതവണ ഇന്ത്യ വാണിംഗ് നൽകിയിട്ടും കേൾക്കാതെ ഹിന്ദുക്കളെ ഓടിച്ചിട്ടക്രമിച്ചതിന്റെ പേരിൽ ഇന്ത്യ പല ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ബംഗ്ലാദേശിനോട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂച്ചി വിലങ്ങിടാൻ ട്രംപ് അവതരിച്ചു. ട്രംപ് ഇപ്പൊ കൊടുക്കും നല്ല പണി ബംഗ്ലാദേശിന്. കാരണം ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ചൈനയും ചേർന്നിട്ട് ഇന്ത്യക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഖലിസ്ഥാൻ ഭീകരരെ രംഗത്തിറക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോ ഈ രാജ്യത്തിനെതിരെ ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏതു മാളത്തിനകത്തിരുന്ന് ചെയ്താലും ശരി പൊക്കിയെടുത്തിരിക്കും. ഇവര് മാത്രമല്ല, വേറൊരു വാർത്ത കൂടിയുണ്ട്. നമ്മുടെ നൂപുർ ശർമ്മ ഉണ്ടല്ലോ, നൂപുർ ശർമ്മ അയ്യോ ഇസ്ലാം മത വിരുദ്ധതകൾ പറഞ്ഞു എന്നാണ് ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പ്രവാചക നിന്ന ചെയ്തു എന്നാണ് ഇവര് പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ പേരില് കുവൈത്ത്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കാൻ പാകിസ്ഥാനികളും ഇന്ത്യയിലെ ചില തൊഴിലാളികളും ചേർന്ന് ആഹ്വാനം ചെയ്തു. അവർക്കൊക്കെ ട്രാവൽ ബാൻ കൊടുത്ത് ചവിട്ടി പുറത്താക്കിയ രാജ്യങ്ങൾ. അവർക്കൊന്നും ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിലേക്ക് കാല് ചവിട്ടാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരാളും ഇതേ നിലപാട് തന്നെ, സൗദി അറേബ്യ എടുക്കുന്ന അതേ നിലപാട് തന്നെ മലേഷ്യയും കൂടി എടുത്താൽ, സാക്കിർ നായിക്കും കാനഡ എടുത്താൽ കാനഡ അമ്മായിയെ പോലെയുള്ള ആളുകളും ഒക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. ഈ രാജ്യത്തിന് വിരുദ്ധതകൾ ചെയ്തിട്ട് ഈ രാജ്യത്തിനകത്ത് സുഖമായും സ്വസ്ഥമായും ജീവിക്കാമെന്ന് ഇവർ വിചാരിച്ചു. അതുപോലെ ഇന്ത്യൻ ആർമിയോട് വിരുദ്ധതയുള്ള ആളുകളുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാർ അതിർത്തിയിൽ സകലതും ത്യജിച്ച് നിൽക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ അഹങ്കരിച്ച് പൊളച്ച് ജീവിക്കുന്നത്. അവരെ നിന്ദിക്കുന്ന ഒരു പറ്റം കാക്കാക്കൂട്ടങ്ങൾ. ഇവര് മാത്രമേ ഈ ലോകത്ത് പാടുള്ളൂ. ഇവര് മാത്രമാണ് ശരി ചെയ്യുന്നവർ. ഇവര് ചെയ്യുന്നത് മാത്രം ശരി. ഇവരുടെ ആഘോഷങ്ങൾ, ഇവരുടെ വിശ്വാസങ്ങൾ, ഇവരുടെ ആചാരങ്ങൾ, ഇതൊക്കെ മാത്രം ശരി. മറ്റുള്ളവരുടേതെല്ലാം മോശം. ഇതാണ് ഇവരുടെ ഒരു നിലപാട്. എന്തായിരുന്നാലും അതിനി ഈ ഭാരതത്തിൽ നടപ്പില്ല. ലോകത്തിന്റെ ഗതി മാറ്റിയത് ട്രംപും മോദിയും ഒന്നുമല്ല, ഇസ്ലാമിക തീവ്രവാദികളെ ഒറ്റയ്ക്ക് അടിച്ചൊതുക്കിയ ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് അതിന്റെ ക്രെഡിറ്റ്. തീർച്ചയായിട്ടും അത് നമുക്കല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, ഇവർക്ക് തോന്നുവാണ് നമ്മൾ ചീത്ത പറയുന്നു എന്ന്. റെനി പറഞ്ഞിട്ട് കാര്യമില്ല. ചീത്ത കേൾക്കുകയും ചീത്ത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഇവരെപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ശങ്കർ ഇന്ത്യൻ പതാകയെന്നു മാത്രമല്ല, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് ഇവർക്ക് പറ്റില്ല. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറ്റില്ല. ഫാത്തിമ നസ്രിൻ, നിന്റെ ഉമ്മായി പോയി വിളിക്കിച്ചല്ല. ഇവർക്ക് ഇതൊന്നും പറ്റില്ല. ഇങ്ങനെ ഇവരുടെ ഈ നയം ഇവിടെ ചിലവാകില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇവർ ഒതുങ്ങിയത്.
പല നാടുകളിലും ഇവർ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ ബയോളജിക്കലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അങ്ങനെ വളരാനേ പറ്റൂ. അതല്ലാതെ ഇവരെങ്ങനെയാ വളരുക? എല്ലായിടത്തും ഇവര് നുഴഞ്ഞു കയറി ചെല്ലുന്ന സകലമാന രാജ്യങ്ങളിലും ഇവർ ഇവരുടെ ആ മതനിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുവാണ്. ഇവർക്ക് സ്വന്തം രാജ്യത്തിനെ ഇവർക്ക് മതിപ്പില്ല. അല്ല, സോങ് വില്ല, നിന്റെ തന്തയെ കുറിച്ചിട്ടാണോ നീ പറഞ്ഞു വരുന്നത്? എന്തായിരുന്നാലും എടാ, ഖുർആനോളം പുഴുത്ത വേറെ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? അന്യമത വിരുദ്ധതകളും യുദ്ധങ്ങളും കൊള്ളയും കൊലയും ബലാത്കാരവും അത് പഠിച്ചിട്ടും അത് പ്രവർത്തിച്ചിട്ടുമല്ലേടാ ഓരോരുത്തരും പുഴുത്തി രാജ്യങ്ങൾ ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിറിയയില് 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ സിറിയൻ യുവാവ് കശാപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ നീയൊക്കെ? അത്രയും ചീഞ്ഞു നാറുന്ന ഒരു വിഭാഗം ഈ ലോകത്തുണ്ടോടി? ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ചീഞ്ഞു നാറുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഈ സ്വതന്ത്ര ഭാരതം ഭദ്രമായിരിക്കും, ഒരു സംശയവുമില്ല. ഇവരുടെ ഒരു വേലകളും നരേന്ദ്രമോദിയോട് നടക്കില്ല. ഇവര് വിചാരിക്കുന്നത്, അതെ ശങ്കർ, ഇവര് വിചാരിക്കുന്നത് കുറച്ച് ഐസിസുകാര്, കുറച്ച് താലിബാനികള്. അയ്യോ, സോങ് വില്ല ആണല്ലേ? അത് ഞാനങ്ങ് സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കാര്യം? എനിക്കില്ലാത്ത വിഷമം എന്തിനാടാ നിനക്ക്? എന്തായിരുന്നാലും നബിയുടെ മയ്യത്ത് കിടന്ന് ചീഞ്ഞു പുഴുത്തതുപോലെ ലോകത്തൊരാളുടെയും മയ്യത്ത് കിടന്ന് ചീഞ്ഞു പുഴുക്കത്തില്ല. അതിനകത്ത് നിന്ന് തന്നെ ചീഞ്ഞ വസ്തു എന്താണെന്നും എന്താശയമാണ് ചീഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ആൾക്കാർക്ക് മനസ്സിലാകും. 14 വയസ്സുകാരിയെ കശാപ്പ് ചെയ്തതോടുകൂടി സിറിയൻ വംശജൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഈ ചെയ്തിരിക്കുന്നത്. പോരെ? ആ സോങ് വില്ല പോട്ടെ, കുഴപ്പമില്ല, ഞാനങ്ങ് സഹിച്ചു. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരിടത്ത് പോയിരുന്ന് വിശ്രമിക്കല്ലേ. വല്ലാതെ വിഷമിക്കുമല്ലേ നീ? കുറച്ചു നേരം പോയിരുന്ന് വിശ്രമിക്കല്ലേ. റെനി ബി പടച്ചോൻ ഈ ഒരു പുസ്തകം ഇറക്കി 23 വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ട്, ശരി, വകയ്ക്കു കൊള്ളാവുന്ന എന്തെങ്കിലും ഒന്ന് ഇറക്കാൻ പറ്റിയോ? അതെ ജിഷ്ണു, ഇതാണ് ഇവരുടെ പ്രശ്നം. നാറിയ പുഴുത്ത ലോകത്തെ മുഴുവനും ഇല്ലാതാക്കാൻ പോകുന്ന യാതൊരു മാനവികതയും ഇല്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങാനും അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാര്. കൊള്ളാം. പടച്ചോന് നബിക്കൊക്കെ അതല്ലേ അറിയത്തുള്ളൂ. ഒരു ഹദീസ് ഉണ്ട്, നബി പറയാണ്, ലാത്തയുടെ ഡാഷിക്കോ എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. ഒക്കെ ക്രമേണ ഞാൻ എടുത്ത് തരാമേ, സമാധാനപ്പെടാൻ. ഇസ്ലാമിന്റെ പുഴുത്ത ആശയങ്ങൾ എന്താണെന്നും ഖുർആനിലെ പുഴുത്ത ആശയങ്ങൾ എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. അൽഹംദുലില്ലാ, അതേ പ്രവാചകൻ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് മറമാടിയതെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. അന്ന് അമോണിയം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടമാണല്ലോ. ഉറപ്പായിട്ടും 3-ാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ആലോചിച്ച് നോക്കിയാൽ മതി. നബിയുടെ ശരീരമാണെന്നും പറഞ്ഞ് പുഴുക്കളൊന്നും നോക്കി നിൽക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അത് വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കാതിരുന്നാൽ മതി. ഒന്നുമില്ല, ലിജ് സുഖാണ്, ലിജ് സുഖാണ്, സുഖം, നന്നായിരിക്കുന്നു. കിങ് ഓഫ് കിങ്, കേരളം ഇസ്ലാം മുക്തമാകുമോ? ഇവരിപ്പോഴും മെജോറിറ്റി ആയെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ന്യൂനപക്ഷങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കാൻ പോയിട്ട് ഞാൻ നിസ്കരിച്ച ഫൈസൽ എന്തേ? ശരി, എനിക്കുള്ളത് കൃത്യമായിട്ട് കിട്ടും. നീ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നേ? ശരിയടാ, നടന്നോട്ടെ, കുഴപ്പമില്ലെന്നേ. എടാ, ഓരോരുത്തർക്കും ഉള്ളത് കിട്ടും. അതിനിപ്പോ എന്താ? എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എന്റെ മതം ചോദിക്കണമെങ്കിൽ നിനക്ക് എത്ര ബുദ്ധിയുണ്ടാ? കിരൺ, ഹലോ. ഈ വെളിവില്ലാത്തവനൊക്കെ വന്നിട്ട് എന്റെ മതം ഏതാണെന്ന്. എന്റെ മതം ഏതായാലും നിനക്ക് എന്താ? നീ നിന്റെ മതം അനുസരിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ പോരെ?
ഞാൻ മുസ്ലിം ആയാൽ എന്താ, ആയില്ലെങ്കിൽ നിനക്കെന്ത്? ഞാൻ മദ്രസയിൽ പഠിച്ച ബുദ്ധിയുള്ളടാ നിനക്കൊക്കെ, അതുകൊണ്ടാണ് വിവരമില്ലാതായി പോയത്. ആ ഗോത്ര പുസ്തകം പഠിപ്പിച്ച സംസ്കാരമല്ലേ നിനക്കൊക്കെ ഉണ്ടാകുള്ളൂ. റിനി നല്ല ക്ഷീണിതയാണ്, കുറച്ച് തിരക്കുണ്ട്. ഇന്നലെയും വന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ 3-4 ദിവസമായല്ലോ ലൈവിൽ വന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയമെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് നമുക്കിനി നാളെ കാണാം. ഗീത ഹൈ, സിന്ധു ഓക്കെ, ലിജ് താങ്ക് യു. BJP ഒരിക്കലും കേരളത്തിൽ വരത്തില്ല എന്ന് അവർ വിചാരിച്ചോട്ടെ സാരംഗെ, കുഴപ്പമില്ല. പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും, BJP വരെയും ചെയ്യും. പിന്നെ ഒരുപാട് പൈസയായി മുഹമ്മദ് സഹലെ. വേണോ? നിന്റെ തന്ത ഇട്ടിട്ടുണ്ട് കുറച്ചധികം പൈസ, നിനക്ക് വേണോ? ഫൈസലിനോട് പറയാൻ ബാക്കിയുണ്ട്. ഫൈസൽ പിന്നെ ക്രിമിനൽ തന്നെയല്ലേ. എന്നെ ഈ അന്വേഷിച്ച് വീട്ടിൽ വരുമ്പം പഠിച്ചോളും. റിനി, ഗോഡ് ഉണ്ടാകും, പക്ഷെ എന്തായാലും ഈ പഠിച്ചോനല്ല. അതെ, അയ്യോ ഐഷ ബീവി, പഠിച്ചോൻ എനിക്ക് അതാ വിറക്കി തന്നോട്ടെ. എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കൊച്ചേ? ഗുരുവായൂരുകാരുടെ സല്യൂട്ട്, താങ്ക് യു. എൻ്റെ കൈയും ഗുരുവായൂരുകാരനാ. പഠിച്ചോ തരുന്ന ശിക്ഷ ഞാനങ്ങ് വാങ്ങിച്ചോളാന്ന്. എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിന്? അപ്പോൾ നമുക്കിനി നാളെ കാണാം. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്രീ തിങ്കർ ഹായ്, ലാസ്റ്റാ വന്നതല്ലേ. അപ്പൊ നമുക്കിന്ന് നിർത്താം, നമുക്കിനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. സാരമില്ല ഫ്രീ തിങ്കർ, ഞാൻ കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നത്. ഓക്കെ ബൈ. സൂരജ്, ജാബിർ, ഓക്കെ. സുഖനിദ്ര, അതെ, ഗുഡ് നൈറ്റ്. ഖാജ മൈദീൻ, ഫ്രീ തിങ്കർ, ബൈ. അതിന് ഞാൻ ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഈഗിൾ മലയാളം ഒന്നും നിനക്കറിയില്ലേ? വിളിച്ചില്ലേ? പണം ഉണ്ടോ കേട്ടു ചോദിച്ചപ്പോ നിന്റെ വാപ്പയാണ് തന്നേന്ന് പറഞ്ഞു. എത്രയുള്ളൂ? തന്തയ്ക്ക് വിളിന്നാ നിങ്ങളുടെ നാട്ടിൽ പറയുക? അപ്പോൾ കാണാം.